ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ കിണറിൻ്റെ ഉദ്ഘാടനം വൈകാതെ നടക്കുകയാണ്. എല്ലാവരും തന്നെ പുല്ലുപറമ്പ് ഭാഗത്തേക്ക് നമ്മുടെ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കിണറിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവരും എത്തിച്ചേരുക. നന്ദി, നമസ്കാരം. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന കിണറിന്റെ ഉദ്ഘാടനം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാടിനെ സമർപ്പിക്കുകയാണ്. സമർപ്പണത്തിൽ സാന്നിധ്യം അന്വേഷിച്ചുകൊണ്ട് വണ്ടൂർ വാർഡ് മെമ്പർ ജ്യോതിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അജ്മലും ഇതിന് സാന്നിധ്യം അറിയിക്കുകയാണ്. മുഴുവൻ ആളുകളും ഇവിടെ ഇട്ടിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടക VM സീന, വണ്ടൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സാരഥികളെ, വാർഡ് മെമ്പർ ജ്യോതി, ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകൃതമായിട്ട് 4-5 വർഷം കഴിഞ്ഞു. ഈ പ്രദേശത്തുകാർക്ക് അതിനെക്കുറിച്ച് അധികം പറയേണ്ടതില്ല, പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഈ ട്രസ്റ്റിൻ്റെ ട്രാവലർ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന നമ്മുടെ അജ്മൽ, ഇതുമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന അജ്മലും, അതേപോലെ ഈ നാട്ടുകാരും, ഈ പ്രദേശം 12ാം വാർഡിൻ്റെ ഒരു അറ്റമാണ്. പഴയ 12ാം വാർഡ്, ഇപ്പോൾ ഏതോ വാർഡ് നമ്പർ അറിയില്ല. അപ്പോൾ ഈ 12ാം വാർഡിൻ്റെ ഇങ്ങേ മൂലയിൽ ഇത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ആൾതാമസവും ജനവാസവും ഒക്കെ കൂടി. അപ്പോൾ ഈ പ്രദേശത്ത് വെള്ളം ഒരാവശ്യമാണ് എന്ന് വന്നപ്പോൾ ആണ് ഈ ഒരുമ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഒരുങ്ങിയത്. ഒരുമ പല കാര്യങ്ങളിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. സഹായ സഹകരണങ്ങൾ, വൈദ്യ സഹായങ്ങൾ, മറ്റു കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. എല്ലാം വേണ്ടി പറയുന്നില്ല. അപ്പോൾ കുടിവെള്ളം കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമുക്കിവിടെ സ്ഥലം കിട്ടിയാൽ തിരക്കിടില്ല, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അത് ഞാൻ എൻ്റെ സഹോദരിയോട് പറയുകയും അവൾ അതിനൊരുങ്ങുകയും ചെയ്തു. മക്കളാണ് ഇതിനു വേണ്ടി ദാനം തന്നത്. അപ്പോൾ ഇതിന് മൊത്തം ചെലവായത് 1,50,000 ഉറുപ്പികയാണ്. ഇതിൽ 1.30 ഈ ആവശ്യത്തിന് മാത്രം നമ്മൾ സംഭാവന സ്വീകരിച്ചതാണ്. ബാക്കി ഒരു 20 ഉറുപ്പികൻ്റെ അടുത്ത് ചില്ലറയോ നമ്മൾ ട്രസ്റ്റിൽ നിന്ന് കൂട്ടി. ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു ഉദ്യമവുമായിട്ട് ട്രസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. ഒരു വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുകയും 40 ലക്ഷം സ്വരൂപിച്ച് ഒരു കളിസ്ഥലം വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ട്രസ്റ്റിൻ്റെ വലിയ ലക്ഷ്യം. അതിലേക്ക് ഇറങ്ങി തിരിച്ചു. ഏതാനും കാശുകൾ പൂർത്തിയായാൽ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. സ്ഥലം ഉടമയും ആയി കണ്ട്
അതിനു വേണ്ട സ്ഥലം രജിസ്റ്റർ ചെയ്യാം. അത് കച്ചവടമായി 40 ലക്ഷം രൂപ കിട്ടണം. 1 ഏക്കർ സ്ഥലം ഇവിടെ തന്നെയാണ്, തൊട്ട് ഇവിടെ തന്നെയാണ് അതുള്ളത്. അപ്പൊ അതിനു വേണ്ട കരാറുകളൊക്കെ ഒപ്പിട്ടു. അതിന്റെ കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സതേ ഇവിടെ പ്രദേശവാസികളും പുറത്തുള്ള വിദേശികളും നാട്ടിലുള്ളവർ കാരക്കാപ്പറമ്പിന് ഒരു ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങാടി പോയി പിരിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. ഈ പ്രദേശത്തുള്ളവർ തന്നെ ശ്രമിച്ച് ഇവിടെയുള്ള ജനപ്രതിനിധികളുടെ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായി അത് ഭംഗിയായി പൂർത്തിയാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. അതേപോലെ ട്രസ്റ്റ് തന്നെ, ഒരുമാ ട്രസ്റ്റ് തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഒരു ചെറിയൊരു സംരംഭം, ചെറുതല്ലെങ്കിലും ഒരു സംരംഭമാണ് നമ്മുടെ കോട്ടവാപ്പുവിന്റെ വീട്. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് അനുവദിച്ച കാശ് തികയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. 4 ചില്ലറയും കാശ് കൊണ്ട് ഒരു വീട് കയറില്ല. പക്ഷെ അത് ഭംഗിയായി പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ KT മുഹമ്മദ് മാഷ്, നമ്മളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ, ഈ വാർഡിൻ്റെ മെമ്പർ ജ്യോതി, എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും, എൻ്റെ നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷമായ ഒരു ചടങ്ങാണല്ലേ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, മുഹമ്മദ് മാഷ് വിശദീകരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റും അതുമാതിരി നമ്മളെ പാത്തുമുക്കുട്ടി താത്തല്ലേ നമുക്ക് സ്ഥലം തന്നുകാണ്ടില്ലേ. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പ്രദേശങ്ങൾ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ നമുക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് വെള്ളം. വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനുവേണ്ടി നമ്മളൊപ്പം കൂടി നിന്ന് നമ്മളെ പാത്തുമുട്ടി താത്താക്കേണ്ട എല്ലാവിധ അഭിനന്ദനങ്ങളും നമുക്കറിയാം. ആരും ഈ സാഹചര്യത്തിൽ അല്ലേ വെള്ളം പെട്ടെന്ന് നമുക്കിപ്പോൾ സ്ഥലമൊക്കെ കൊടുക്കണമെങ്കിൽ എല്ലാവരും പിന്നാലെ നടന്ന് കുറേ കഴിഞ്ഞിട്ട് കൂടെ കിട്ടത് നമ്മളെ താത്ത പെട്ടെന്ന് അത് കൊടുത്ത്. അതേമാതിരി തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ കൂടെ ഏത് ആവശ്യത്തിനും ഒപ്പം അത് ഒരൊപ്പം കൂടി എനിക്കറിയാം. ഈ കാരക്കപ്പറമ്പിലെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് എനിക്ക് എപ്പോഴും അറിയാം. ഞാൻ കേൾക്കാറുണ്ട് ഇവിടുത്തെ പിന്നെ ഓരോ കാലങ്ങളിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു SLC എന്തോ എന്നെ വിളിച്ചിരുന്നു. ആ പരിപാടിക്ക് എനിക്ക് എത്താൻ സാധിച്ചില്ല. എല്ലാ പരിപാടിയും ഉഷാറായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ നടത്താറുണ്ട്. ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഞാൻ പറയാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ കാരക്കപ്പറമ്പ് തന്നെയാണ്. അതിന് ഉഷാറായി ഭംഗിയായി നടത്തിക്കൊണ്ട് ഇവിടെ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു. നന്ദി. അജ്മൽ നമ്മുടെ ഒരംഗമാണ്. നമ്മുടെ ട്രസ്റ്റുമായിട്ട് വളരെയധികം അടുപ്പമുള്ള ആളാണ്. ട്രസ്റ്റിൻ്റെ ഒരു സഹയാത്രികനാണ്. ചടങ്ങിൻ്റെ അധ്യക്ഷൻ മനോക്കു, അതുപോലെ തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി VM സീന, വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ജ്യോതി, ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, അതിലുപരി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഒരു ഉദ്ഘാടന കർമ്മം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളം എന്ന് പറയുന്നത് ഏതൊരു നാട്ടിലെയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ്. വെള്ളമില്ലെങ്കിൽ, വായുവില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു കിണർ ഇവിടെ യാഥാർത്ഥ്യമാക്കുകയും അതിനുവേണ്ട സ്ഥലം 3/4 സെൻറ്റോളം സ്ഥലം കുഞ്ഞാത്ത അത് സൗജന്യമായി തന്നെ ഇവിടേക്ക് ട്രസ്റ്റിന് നൽകി അതിൻ്റെ പ്രവൃത്തി എല്ലാവരുടെയും സഹകരണത്തോടെ അതിന് പണം കണ്ടെത്തി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഒരു വലിയ കൂട്ടായ്മയിലൂടെയാണ് ഇത്രയും വലിയ ഒരു സംരംഭം ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആമുഖമായി സ്വാഗത പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞു. ഒരു നാട്ടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു നാടിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സഹായമാകുന്ന രീതിയിൽ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പടുത്തുയർത്തിയ ഒരു സംരംഭമാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. കാരക്കാപ്പറമ്പിലെ ഒരുപാട് ആളുകൾക്ക് മാസം തോറും ഭക്ഷണ കിറ്റുകളും മരുന്നും അങ്ങനെ താഴെത്തട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ദൈനംദിനം മാസാന്തരം ഇതിൻ്റെ ഭാഗമായി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ട്രസ്റ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് സംരക്ഷണം നൽകുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ദൈവാനുഗ്രഹത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായത്തോടെ ഈ നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കളുടെ അടക്കം ഒരുപാട് സഹകരണത്തോടു കൂടിയാണ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇനി വലിയൊരു ഉദ്യമം ഇവിടെ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ മനോക്ക് സൂചിപ്പിച്ചു,
ഇവിടുത്തെ ചെറുപ്പക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാം ചിരകാല സ്വപ്നമായിരുന്ന ഒരു കളിക്കളം എന്നുള്ള സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ്. വളരെ വേഗം തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്രയും വലിയ തുക സമാഹരിച്ച് അതിൻ്റെ ആദ്യഘട്ടം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ഇനി അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ആ ഒരു മൈതാനം ഒരുപാട് നാട്ടുകാരുടെ ഒരുപാട് ആളുകളുടെയൊക്കെ പല പ്രദേശങ്ങളിലെയും സ്വപ്നമായിരുന്ന ഇപ്പോഴും നടക്കാത്ത സ്വപ്നമായി നിൽക്കുന്ന കളിക്കളം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതുപോലെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇനിയും ഈ നാടിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും പിന്തുണകളും എല്ലാം തന്നെ ഈ അവസരത്തിൽ നൽകുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു സ്ഥലം ട്രസ്റ്റിന് വിട്ടു നൽകിയ KT പാത്തമ്മക്കുട്ടി എന്നവരെ കുഞ്ഞാത്താനെ പ്രത്യേകം കുഞ്ഞാത്ത സംസാരിക്കേണ്ടതാണ് നോക്കൂ. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആദരണീയായ KT മാഷ്, അതുപോലെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VM സീന, ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ KT അജ്മൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായൊരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുന്നേ പറഞ്ഞവരൊക്കെ തന്നെ പറഞ്ഞു, ഈ ഒരു കിണർ ഒരുമ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വിട്ടു തന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞാത്ത നല്ലൊരു കാര്യമാണ് നമ്മുടെ പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ വാർഡില് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സൈനാത്ത ഒരുപാട് പ്രാവശ്യമായിട്ട് എന്നെ ഒരു വെള്ളത്തിൻ്റെ പേരും പറഞ്ഞിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ജലജീവൻ്റെ പൈപ്പുകളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. എന്നാലും ഈ ഒരു കിണർ ഇവിടെ വന്നത് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഒരു നല്ല കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുമ ട്രസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കോവിഡ് വന്ന സമയം മുതൽ ഇവിടുത്തെ ആളുകൾക്ക് കിറ്റുകളും അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള അനുബന്ധ മരുന്നുകളായാലും മറ്റ് ഉപകരണങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ വയസ്സായിട്ടുള്ള ആളുകൾക്കും മറ്റും നമുക്കറിയാം, ദിനംപ്രതി ഓരോ അസുഖങ്ങളും ആളുകൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വെച്ച് നമ്മുടെ നാട്ടുകാരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ കുഞ്ഞാത്താക്ക് എൻ്റെ പേരിലും അതുപോലെ ഈ നാട്ടുകാരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിക്കെല്ലാം വിവിധ ആശംസകളും നേരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അവരുകളെ, അധ്യക്ഷൻ മാനുമാസ്, ജ്യോതി, അതുപോലെ തന്നെ മാനുമാസ പെങ്ങളായ പാത്തുമ്മക്കുട്ടി ഈ സ്ഥലം ദാനമായിട്ട് തന്നതാണ്. അത് ചാരിറ്റി ഏറ്റെടുത്ത് കിണർ കളച്ചു. അത് ഇപ്പോൾ എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു. വെള്ളം എന്നുള്ളത് മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏത് രംഗത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും വെള്ളത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വെള്ളമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ നഷ്ടമാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നത് വളരെയേറെ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാ സമയത്തും ഓർക്കപ്പെടും. ഇത് മനുഷ്യൻ ഈ രാജ്യത്ത് ഇവിടെ ഈ പ്രദേശങ്ങളിൽ ജനങ്ങളുള്ള കാലത്തോളം ഈ വെള്ളം നിൽക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത നമ്മുടെ ചാരിറ്റിയും അതുപോലെ തന്നെ പ്രവാസികളും ഇതിന് സഹകരിച്ച എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഉദ്ഘാടക
പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നാട്ടുകാരൻ, ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഡിസംബറോട് കൂടിയിട്ട് 8 വർഷം പൂർത്തിയാക്കുകയാണ്. മനുമാഷ് നേരത്തെ അപ്പോൾ ഈ കാലയളവിൽ ഈ പ്രദേശത്തെ ഒട്ടേറെ നിർധനരും നിരാലംബരുമായ ആളുകൾക്ക് സഹായം എത്തിക്കാൻ ഈ ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അടിയന്തര മെഡിക്കൽ സഹായം, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലാണ് ഈ ഒരു കിണർ. നമ്മുടെ പാത്തുമ്മക്കുട്ടി താത്ത ഇവിടെ പറഞ്ഞു ട്രസ്റ്റിന് സ്ഥലം നൽകുകയും നമ്മുടെ നാട്ടിലെ ഉദാരമതികളായ സുമനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കിണർ നമുക്ക് കുഴിക്കാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും സാധിച്ചു. ഇത് കേവലം ഒരു കിണർ അല്ലെങ്കിൽ ജലസ്രോതസ് എന്നതിനപ്പുറം ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ ഇത് ഈ പ്രദേശത്ത് അല്ലെങ്കിലും വെള്ളം കിട്ടാത്തൊരു ഏരിയയാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. ട്രസ്റ്റ് ഇനിയും ഇപ്പോൾ നേരത്തെ മാനമാസ് പറഞ്ഞ പോലെ വലിയൊരു സംരംഭത്തിലേക്കാണ് കടന്നിരിക്കുന്ന ഒരു കളിസ്ഥലം ഈ നാടിൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. അതും ഏകദേശം ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രദേശത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ സഹകരണം മേലിലും ഉണ്ടാകണമെന്ന് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പരിപാടി നിയന്ത്രിക്കുന്ന ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി KT മാഷ്, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VM സീന, KT അജ്മല്, ജ്യോതി, ട്രസ്റ്റിൻ്റെ രക്ഷാധികാരികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മുടെ ട്രസ്റ്റിന് സ്ഥലം ദാനം നൽകിയ നമ്മുടെ KT മാഷിൻ്റെ പെങ്ങള് പതിമൂട്ടാത്ത നമുക്ക് 3 സെന്റ് ദാനമായി തരുകയും അതിന് ഫണ്ട് കണ്ടെത്തി സ്വദേശത്തും വിദേശത്തുമുള്ള സഹോദരങ്ങളുടെ ഫണ്ട് കണ്ടെത്തി ഈ കിണറോട് യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി മാനു, അതുപോലെ ഖലീൽ, നിയാസ് എന്നീ വ്യക്തികളെ ഇവിടെ പേര് പറയാൻ അർഹതയുള്ള ആളുകളാണ്. അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഈ 3 വ്യക്തികളും അതുപോലെ തന്നെ ട്രസ്റ്റ് ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായി ട്രസ്റ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പുല്ലുപറമ്പിൽ ഒരു കുടിവെള്ള പ്രശ്നമുണ്ട്, ഗുരുതരമായ കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുടിവെള്ളം നൽകുന്നതിന് വേണ്ട സ്ഥലം സൗജന്യമായി നൽകാമെന്ന് ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞാത്തയും ഒക്കെ ആയിട്ടുള്ള പാത്തുമ്മക്കുട്ടി താത്ത തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് അത് ഏറ്റെടുത്ത് ഇതിനു വേണ്ട ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ, നമ്മുടെ കാരക്കാപ്പറമ്പിൽ നിന്ന് പോയ നല്ല പ്രവാസി സുഹൃത്തുക്കൾ കാര്യമായി അകമഴിഞ്ഞ് നമ്മളതിനെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സുമനസ്സുകളായ നാട്ടുകാരും ഒക്കെ സഹകരിച്ച് കൊണ്ടാണ് നമ്മൾ ഈ കിണർ ഇങ്ങനെ ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമേ നമുക്ക് ഈ സ്ഥലം സൗജന്യമായി അനുവദിച്ച് തന്ന KT പാത്തുമ്മക്കുട്ടി അജിമക്കും അവരുടെ കുടുംബത്തിനും ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇത് കിണർ കുഴിക്കാൻ വേണ്ടി സുമനസ്സുകളായ നമ്മുടെ നാട്ടുകാരും പ്രവാസികളും ഒക്കെ ആണ് ഇതിന് സഹകരിച്ച അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഏറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മളെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ നമ്മുടെ നാട്ടുകാരനും നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു സന്തത സഹചാരിയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പം സഹകരിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ, 12ാം വാർഡിൻ്റെ മെമ്പർ ജ്യോതി, ഇവരൊക്കെ അവരുടെ തിരക്കിലിടയിലും ഇവിടെ എത്തിച്ചേർന്ന് അവർ കുറച്ച് എത്താൻ വൈകിയത് തന്നെ അവർ വണ്ടൂർ ഒരു പരിപാടി കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. അവരെയും അവരെത്തിച്ചെന്ന് അവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി, ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്.
അതുപോലെ നമ്മളൊക്കെ വളരെ മധുരകരമായ ഒരു പായസം ഇവിടെ നമ്മൾ കഴിച്ചു. അത് നമ്മൾ ഈ സമയത്ത് നമ്മളിവിടെ ഇങ്ങനെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വേണ്ട മധുരം വിതരണത്തിന് വേണ്ടി നിങ്ങൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അത് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മുന്നോട്ട് വന്ന വെളിച്ചം കുടുംബശ്രീയിലെ വനിതകളാണ് നമുക്ക് ഇവിടെ വേണ്ട പായസം മുഴുവനായിട്ടും ഇത് സൗജന്യമായി തന്നിട്ടുള്ളത്. അവർക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സംസാരിക്കാനൊക്കെ ഉള്ള കറണ്ട് ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഈ കറണ്ട് അതുപോലെ ഇതിന്റെ വർക്കൊക്കെ നടക്കണമെന്നതിന് വേണ്ട കറണ്ട് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ഈ തൊട്ടപ്പുറകിൽ താമസിക്കുന്ന നമ്മളെ അനീസ് ബാബു ചരക്കുപറമ്പൻ ആണ്. അനീസ് ബാബുവിനും നന്ദി പറയുകയാണ്.